കളർകോട് അപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പാലായിലെ കുടുംബ വീട്ടിൽ ഇപ്പോൾ നടക്കുകയാണ്. മൃതദേഹം ആ, ചിതയിലേക്ക് ഇപ്പോൾ വയ്ക്കുകയാണ്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് സംസ്കാര ചടങ്ങുകൾ ആ, തുടങ്ങിയത്. പാല മറ്റപ്പള്ളിലാണ് ദേവനന്ദന്റെ പിതാവിൻ്റെ വീട്, കുടുംബ വീട്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ദേവനന്ദൻ്റെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾ കണ്ണീരൊഴുക്കി അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. ടോബി, സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു അല്ലേ? മൃതദേഹം ചിതയിലേക്ക് എടുത്തു അല്ലേ? തീർച്ചയായിട്ടും വിജയകൃഷ്ണൻ ചിതയിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. വീട്ടിൽ വെച്ചുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ചിതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ചടങ്ങുകൾ മാത്രമാണ് നിൽക്കുന്നത്. അറിയാവുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെയും കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം കണ്ണ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം വലിയ പ്രതീക്ഷയിലായിരുന്നു 2 മാസം മുൻപ് ഈ കുടുംബം ഉണ്ടായിരുന്നത്. കാരണം ആദ്യത്തെ മൂത്ത മകന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇളയ മകനും MBBSലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒരു സന്തോഷം ഈ കുടുംബത്തിന് ഒന്നാകെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളവർക്കെല്ലാം കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ദുഃഖം, അതിന്റെ ഒരു വേദന, അതെല്ലാം തന്നെ ഇവിടെ ഓരോരുത്തരിലും കാണാൻ സാധിക്കുന്നുണ്ട്. തറവാട്ട് വീട്ടിലാണ്, മറ്റക്കരയിലാണ്, പാല അടുത്തുള്ള മറ്റക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തറവാട് വീടുള്ളത്. ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആരെയും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അത് തന്നെയായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും, അവർക്ക് ഈ വാർത്ത അറിഞ്ഞതോടുകൂടി അവരുടെ നെഞ്ച് പിടയുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഇന്നലെ നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെ അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. കൊച്ചുമകന്റെ വരവും കാത്തിരുന്ന ആ ഒരു മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത അവരെ തേടിയെത്തുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ഓണ ദിവസം ഇവരെല്ലാവരും ഇവിടെ വന്ന് ഓണം ആഘോഷിച്ച് മടങ്ങിയതാണ്. ഡിസംബറിൽ ക്രിസ്മസിന് വരുമെന്ന് പറഞ്ഞാണ് പോയത്. അതിനിടയിൽ ഇത്തരത്തിൽ ഒരു ജോലിയിലേക്ക്, MBBS എന്ന് പറയുന്ന ആ ഒരു പഠനത്തിലേക്ക് കാലെടുത്ത് വെച്ചു എന്നുകൂടി അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ബിനുവിന്റെ, അതായത് ദേവനന്ദന്റെ അച്ഛൻ ബിനു വർഷങ്ങളായി മലപ്പുറം കോട്ടയ്ക്കലാണ് ജോലി ചെയ്യുന്നത്. അമ്മയും അവർ തന്നെയാണ്, GST വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലവും കൂടുതൽ സമയവും ചെലവഴിച്ചത് മലപ്പുറത്താണെങ്കിൽ പോലും ഈ ഒരു നാടുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം തന്നെ മികച്ച രീതിയിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഈ കുടുംബത്തിൽ നിന്നും ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കെല്ലാം തന്നെ അവരെക്കുറിച്ച് കൂടുതലായി അറിയായിരുന്നു. ഒരു വീട്ടിൽ നിന്നും 2 MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ. മൂത്ത മകൻ ദേവനന്ദനാണെങ്കിൽ വലിയ മാർക്കോടുകൂടി എൻട്രൻസ് പരീക്ഷ പാസ്സാവുന്നു. രണ്ടാമത്തെ ആള് ദേവനന്ദനും അതുപോലെ തന്നെ മികച്ച മാർക്കോടുകൂടി ഈ ഒരു എൻട്രൻസ് പാസ്സായി MBBSന് ചേരുന്നു എന്നറിയുമ്പോൾ ഈ നാട്ടിലുള്ളവർക്കും അതൊരു അഭിമാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വണ്ടാനത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും പൊതുദർശനവും എല്ലാം കഴിഞ്ഞ് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ മുതൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അതുപോലെ തന്നെ ഈ നാട്ടിലുള്ളവർ. ഈ വാർത്തയറിഞ്ഞ് കോട്ടക്കലിൽ നിന്നും മലപ്പുറത്തു നിന്നും എല്ലാം തന്നെ ആളുകൾ വരുന്നുണ്ട്. മലപ്പുറത്തു നിന്നും വരുന്നവർക്ക് ഇവിടെ, അതായത് അവിടെയാണ് കൂടുതൽ വർഷം, ഏകദേശം 10-26 വർഷം അച്ഛൻ ബിനു അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം അദ്ദേഹത്തിന് അവിടെയാണുള്ളത്. അവിടെ നിന്നുള്ള ആളുകൾക്ക് കൂടി വന്ന് ഒരു നോക്ക് ഈ ദേവനന്ദനെ കാണുന്നതിന് വേണ്ടി ഉള്ളൊരു അവസരം ഒരുക്കാൻ വേണ്ടിയാണ് ഈ 2 മണി സമയത്തേക്ക് ചടങ്ങുകൾ വെച്ചത്. എന്തായാലും ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ അവർക്കെല്ലാം എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ, വീട്ടിൽ വെച്ചുള്ള ആദ്യഘട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചിതയിലേക്ക് എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് പിതൃ സഹോദരനായിട്ടുള്ള പ്രശാന്തിന്റെ മക്കളായിട്ടുള്ള നവദേവും ആദിദേവുമാണ്. അവർ ആ ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാന വട്ടകർമ്മങ്ങൾ കൂടിയാണ് നടക്കാനുള്ളത്. അതിന്റെ ആ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് ഈ അമ്മയുടെ കരച്ചിലും അതുപോലെ തന്നെ അച്ഛന്റെ സങ്കടവുമല്ല. വലിയ പ്രതീക്ഷയോടുകൂടി അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനാണ്. ആ മകൻ ഇങ്ങനൊരു അപകടം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സിനിമ കാണാൻ പോകുന്ന കാര്യം അല്ല, അതിന് ഈ അപകടം ഉണ്ടാകുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത്. അതിങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് അവർ പോലും വിചാരിച്ചില്ല, കരുതിയിരുന്നില്ല. അത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്.
എന്തായാലും ആ ഒരു ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് എന്നവർക്ക് ഇനി മുക്തി ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അത്രത്തോളം ആഴത്തിൽ മുറിവേറ്റിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം വേദനാജനകമാണ് ഈ ഒരു സംഭവം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും. ചിതയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മൃതദേഹം വെക്കും. അതിനുശേഷം ചിതയ്ക്ക് തീ കൊളുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, പറയാൻ സാധിക്കുന്നത്. വിജയകുമാർ. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദേവനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുന്നു. വലിയ വേദനയോടുകൂടിയാണ് ആ നാട്, ഒപ്പം ബന്ധുക്കൾ, സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ദേവനന്ദന് ഇപ്പോൾ വിട ചൊല്ലുന്നത്. കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 പേരിൽ ഒരാളാണ് ദേവനന്ദൻ. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒരു വലിയ ജനാവലി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പൊതുദർശനത്തിന് വെച്ചപ്പോഴും ആ രീതിയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസാന വട്ടം ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ നിരവധി ആളുകൾ എത്തിയിരുന്നു. നേരത്തെ ടോബി സൂചിപ്പിച്ചതുപോലെ ആ നാടിൻ്റെ ഒരു അഭിമാനമായിരുന്നു ദേവനന്ദൻ. ഇപ്പോൾ ആ വേദന അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ആ രീതിയിൽ വിങ്ങിപ്പൊട്ടുന്നുണ്ട് ഒരു നാട് ഒന്നാകെ. ഇപ്പോൾ അന്തിമ കർമ്മങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ചിതയിലേക്ക് മൃതദേഹം വെച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ടോബി ജോൺസൺ അവിടെ നിന്നും തുടരുന്നുണ്ട്. ടോബി, ഒരുപക്ഷെ ആ നാട്ടിലെ വിവിധ തുറകളിൽപ്പെട്ട എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ടോബി പറഞ്ഞതുപോലെ തന്നെ വലിയ അഭിമാനമായിരുന്നു ദേവനന്ദനെ ഓർത്ത് ആ നാട്ടുകാർക്കുണ്ടായിരുന്നത്. കാരണം ഈ പറയുന്നത് പോലെ എൻട്രൻസ് പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും എല്ലാം തന്നെ മികച്ച വിജയം നേടിയ ഒരു വിദ്യാർത്ഥി, മികച്ച ഒരു പഠിതാവ്, ആ രീതിയിലൊക്കെ തന്നെ ദേവനന്ദനെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേർപാട് അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അകാലത്തിൽ പൊലിഞ്ഞ നാട്ടുകാരനെ ഓർത്ത് വിലപിക്കുന്ന നാട്ടുകാർ, ഒപ്പം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് വികാരനിർഭരമായ ഒരു രംഗം നമുക്കവിടെ കാണാം. അവർ വിട ചൊല്ലുകയാണ്, അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. തുടരാം. തീർച്ചയായിട്ടും പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ദുഃഖം ഇവിടെ തളം കെട്ടി നിൽക്കുകയാണ്. ഈ വീടും പരിസരവും അത്രത്തോളം ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നുവെന്ന് പറയാതെ കഴിയില്ല. ഈ ഒരു നാട്ടിൽ അധികം കാലം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവധിക്കാലങ്ങളിൽ ഇവിടേക്ക് എത്താറുണ്ട്. മുത്തച്ഛനായിട്ടുള്ള നാരായണപിള്ളയ്ക്ക് ഈ നാടുമായിട്ടുള്ള ബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പേരക്കുട്ടികൾ രണ്ടുപേരും, ആ മൂത്ത മകന്റെ ബിനുവിന്റെ മക്കൾ രണ്ടുപേരും മികച്ച രീതിയിൽ പഠിച്ച് MBBS അഡ്മിഷൻ നേടി മുന്നേറുമ്പോൾ, ജീവിതത്തിൽ മുന്നേറുമ്പോൾ അതൊരു കുടുംബത്തിന് മാത്രമല്ല ഈ ഒരു നാടിനും തന്നെ ഒരു അഭിമാനമായ നേട്ടമായിട്ടാണ് ഇവിടെയുള്ളവരെല്ലാം കണ്ടിരുന്നത്. അതിലൊരാളാണ് ദേവനന്ദനാണ് ഇപ്പോൾ ഈ ഒരു വിധി അദ്ദേഹത്തിന് ഉണ്ടായത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ദുരനുഭവം ആർക്കും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടേക്ക് ശരീരം എത്തിച്ചത്. അതിനുശേഷം പൊതുദർശനം വീട്ടിനുള്ളിൽ വെച്ചിരുന്നു. മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടി അവിടെ വെച്ചിരുന്നു. അപ്പോൾ നിരവധി ആളുകൾ വന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് നിരവധി വിദ്യാർത്ഥികൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ഛനും അമ്മയും വർഷങ്ങളായി മലപ്പുറം കോട്ടക്കലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ബന്ധങ്ങൾ, അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ഈ ജോലി സ്ഥലത്തുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അമ്മ GST വകുപ്പിലാണ്. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമൊക്കെയായി വലിയ അടുപ്പമുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു. കാരണം ചെറുപ്പത്തിലെ മുതൽ തന്നെ ഈ ജോലിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ 2 വിദ്യാർത്ഥികളെ കുറിച്ചും 2 കുട്ടികളെ കുറിച്ചും വളരെ അടുത്തറിയാവുന്ന ആണ്. മികച്ച രീതിയിൽ പഠിക്കുന്ന കുട്ടികളെന്ന് അവർ തന്നെ അഭിമാനത്തോടെ പറയുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ബിനു എന്ന് പറയുന്ന ഇവരുടെ അച്ഛൻ ഒരു അധ്യാപകനാണ്. അപ്പോൾ ആ ഒരു അധ്യാപകന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഒരു അഭിമാനകരമായ നേട്ടമാണ് മക്കൾ ഇതുപോലെ നല്ല രീതിയിൽ പഠിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് വിധി ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി നൽകിയത്. എന്തായാലും ആ ഒരു അപകടത്തിന്റെ ഞെട്ടൽ എല്ലാവരിലും ഇപ്പോഴും ഉണ്ട്. ഇവിടെ വരുന്ന ഓരോ മനുഷ്യരോടും നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ മുഖം കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നതെല്ലാം തന്നെ അതാണ്. ഇങ്ങനെ ഒരു അപകടം, അല്ലെ ആ ഒരു അപകടത്തിൽ ഇങ്ങനെ ദേവനന്ദനൊരു മരണം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും തന്നെ വിചാരിച്ചില്ല. അത്രത്തോളം ദുഃഖമുണ്ട്, അത്രത്തോളം ഞെട്ടലാണ് പലർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളത്. എന്തായാലും ആ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഏകദേശം 1:30 തന്നെ ഭൗതിക ശരീരം വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെച്ച് ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 2 മണിയോടുകൂടി തന്നെ ആ മൃതദേഹം ഇവിടെ ഈ ചിതയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ ചിത കൊളുത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ചടങ്ങുകളൊന്നും തന്നെയില്ല. സഹോദരപുത്രൻ, അതായത് ബിനു എന്ന് പറയുന്ന അച്ഛൻ്റെ സഹോദരന്റെ മക്കൾ നവദേവ്, ആദിദേവ് എന്ന് പറയുന്ന 2 കുട്ടികളാണ് ഈ ചിത കൊളുത്തുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരാണ് ഈ കർമ്മങ്ങൾ നടത്തുന്നത്. എന്തായാലും സഹോദരൻ ദേവദത്തും അതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തന്റെ അനിയനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ നാവാണ്. കാരണം തന്റെ അതേ പാത പിന്തുടർന്ന് വരുന്ന അനിയനെ കുറിച്ച് അഭിമാനത്തോടെ കൂടി മാത്രമേ അദ്ദേഹവും കണ്ടിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരും നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു, അത്രത്തോളം ആഴത്തിലുള്ള ബന്ധം ഈ സഹോദരങ്ങൾ തമ്മിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്ന അനിയനും ഈ MBBS വന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അങ്ങനെ തന്നെ വേണം കണക്ക് കൂട്ടാൻ. ഇവരോടെല്ലാം സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സഹോദരനും ഒരു വലിയ ഒരു ഞെട്ടലും അതിന്റെ ഒരു ആഴം, ആ ഒരു വിയോഗത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് ആ സഹോദരൻ എന്നുള്ളത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചിതയ്ക്ക് തീ കൊളുത്തും. ശരി, ടോബി സൂചിപ്പിച്ചതിൽ ദൃശ്യങ്ങളിൽ കാണാം. സംസ്കാര ചടങ്ങിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. ഇനി ചിതയ്ക്ക് തീ കൊളുത്തുക എന്നതാണ് അടുത്ത ചടങ്ങ്. അങ്ങനെ നാട് വലിയ വേദനയോടുകൂടി ദേവനന്ദന് യാത്ര മൊഴി ചൊല്ലുകയാണ്. ആ വികാരനിർഭരമായ രംഗമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. എല്ലാ മേഖലയിലും ദേവനന്ദൻ മിടുക്കനായിരുന്നു. പ്രത്യേകിച്ചും പഠനത്തിൽ, അതിൽ ഡോക്ടറാവുക എന്നത് ജ്യേഷ്ഠനെ പോലെ തന്നെ ദേവനന്ദനും വലിയ ആഗ്രഹമായിരുന്നു. അതിൽ തന്നെയാണ് ഈ രീതിയിൽ സയൻസ് കോഴ്സ് പഠിക്കുകയും പിന്നീട് +2 മികച്ച മാർക്കോടുകൂടി അത് പാസ്സാവുകയും എൻട്രൻസിൽ മികച്ച റാങ്ക് ഉണ്ടായിരുന്നു. നീറ്റ് പരീക്ഷയിലടക്കം 167 റാങ്കായിരുന്നു. നീറ്റ് ഓൾ ഇന്ത്യ റാങ്കിൽ 167 റാങ്കുകാരനായിരുന്നു ദേവനന്ദൻ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് ദേവനന്ദൻ ഇപ്പോൾ വിട ചൊല്ലിയിരിക്കുന്നത്.